9:5-6 വാക്യങ്ങൾ. സഭാപ്രസംഗി 9:5-6 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും എല്ലാം നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും ഇനി അവർക്കൊരിക്കലും ഒരു ഓഹരിയുമില്ല. അപ്പോൾ മരിച്ചു പോയവർക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലൊന്നും ഇനി ഒരു ഓഹരിയില്ല. ഈ സൂര്യന് കീഴെ നടക്കുന്ന ഒന്നും അവരറിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ കുത്തിയിരുന്നുകൊണ്ട് പറയുന്നത്, അമ്മച്ചി കൂടെ ഉണ്ട്, അപ്പച്ചൻ ഇന്നലെ വന്ന് സംസാരിച്ചു, അവർ സ്വർഗത്തിൽ കുത്തിയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനം പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ തിരുവചനം എന്താണ് പറയുന്നത്? മരിച്ചവർ ഒന്നും അറിയുന്നില്ല. എന്നാൽ നിങ്ങൾ മരിക്കയില്ല എന്ന് പറഞ്ഞ പിശാചിനെ വിശ്വസിക്കുന്നവർ പറയുന്നു, അവർ സ്വർഗത്തിലിരിക്കുന്നു, നരകത്തിൽ കിടക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു, എല്ലാം അറിയുന്നുണ്ട്, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. ഓക്കെ, അപ്പം ശരിക്കും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കണം. സഭാപ്രസംഗി 12:7 ഇങ്ങനെ പറയുന്നു. സഭാപ്രസംഗി 12:7, പൊടി പണ്ട് ദൈവം ഭൂമിയിൽ നിന്ന് പൊടി എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെ പൊടിയായിട്ടങ്ങ് മാറും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ്, ആ വാക്കുമായി ആളുകൾക്ക് സംശയം ഉണ്ടാക്കിയിട്ടുള്ളത്. ജീവശ്വാസം, ദി ബ്രത്ത് ഓഫ് ലൈഫ്, ജീവശ്വാസം അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഇംഗ്ലീഷിലെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, then shall the dust return to the earth as it was, and the spirit shall return unto God who gave it. എന്ന് പറഞ്ഞാൽ പൊടി പൊടിയിലേക്കും ദൈവം ഊതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും മടങ്ങിപ്പോകുന്നതാണ് മരണം. അതായത് മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച പൊടി തിരികെ പൊടിയായിട്ട് മാറുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനിൽ ഊതിയ ജീവശ്വാസം അത് ദൈവത്തിങ്കിലേക്കും പോകുന്നു, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ എന്ത് വിശ്വസിക്കുന്നു? ആത്മാവെന്ന് പറയുന്ന എന്തോ ഒന്ന് മരിക്കുമ്പോൾ ചാടി പുറത്തേക്ക് പോകുന്നു, അത് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ പോകുന്നു എന്നാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവനിൽ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യം ഊതിയില്ല, അവനിൽ ജീവശ്വാസമാണ് ഊതിയത്. ഇപ്പം 2 ഘടകങ്ങളാണ് മനുഷ്യനുള്ളത്, ഒന്ന് പൊടിയും 2 ജീവശ്വാസവും ദൈവത്തിൻ്റെ. രണ്ടിൻ്റെ ഉറവിടത്തിലേക്ക് പോയപ്പോൾ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന തിരുവചനം പഠിപ്പിക്കുന്നു. എന്നാൽ എവിടെയാണ് ഈ പ്രശ്നം? അതായത് ഇവിടെ സഭാപ്രസംഗി 12:7 പറയുന്നു, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുന്നു, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഈ ആത്മാവെന്ന പദമാണ് പലപ്പോഴും മനുഷ്യനെ കുഴപ്പിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത്. നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ആത്മാവ് എന്ന് വിശുദ്ധ തിരുവഴുത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്ന 2 പദങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നത് 2 പദങ്ങളാണ്, സ്പിരിറ്റ് ആൻഡ് സോൾ. സോൾ ആൻഡ് സ്പിരിറ്റ്. സോൾ എന്ന പദവും സ്പിരിറ്റ് എന്ന പദവും ആത്മാവെന്നാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം സോൾ എന്ന പദം പരിശോധിക്കാം. അപ്പോൾ പുതിയ നിയമത്തിൽ സൂഖെ എന്ന ഗ്രീക്ക് പദവും പഴയ നിയമത്തിൽ നെഫേഷ് എന്ന എബ്രായ പദവുമാണ് സോൾ അഥവാ ആത്മാവെന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. മൂലഭാഷയിൽ നെഫേഷ് എബ്രായ പദം, പഴയ നിയമത്തിൽ എബ്രായ പദം, പുതിയ നിയമത്തിൽ ഗ്രീക്ക് പദം സൂഖെ. ഈ 2 പദങ്ങളാണ് സോൾ അഥവാ ആത്മാവെന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പദങ്ങൾ പഠിക്കുമ്പോൾ ഈ 2 പദങ്ങളും, അതായത് നെഫേഷ്, സുഖെ അല്ലെങ്കിൽ സോൾ എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്ന ഈ പദങ്ങൾ പ്രാണൻ, ജീവൻ എന്നീ അർത്ഥത്തിലാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവെന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം എന്താണ്? പ്രാണൻ, ജീവൻ. അപ്പം ഈ സോൾ എന്ന പദത്തിൻ്റെ മൂലഭാഷയിലെ അർത്ഥം പ്രാണൻ, ജീവൻ എന്നൊക്കെയാണ്. നമ്മൾ ഉൽപ്പത്തി 2:7 വായിക്കുന്നത്, യഹോവയായ ദൈവം നിലത്തപ്പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. ആൻഡ് ദി ലോർഡ് ഗോഡ്
formed a man of the dust of the ground and breathed into his nostrils the breath of life, and man became a living soul. ഇവിടെ സോൾ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിങ് സോൾ, ജീവനുള്ള ദേഹിയായിട്ട്, ജീവനുള്ളവനായിട്ട് മാറി. ലിവിങ് സോൾ, ജീവനുള്ള ആത്മാവായിട്ട് മാറി. മനുഷ്യനൊരു ആത്മാവായിട്ട് മാറി. മരിക്കുമ്പോൾ ആത്മാവ് മരിക്കുന്നു, അത്രയുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കിയേ, ആത്മാവെന്ന പദമാണ് മനസ്സിലാക്കിയതിലെ കുഴപ്പം. സോൾ എന്ന ഇംഗ്ലീഷ് പദം മൂലഭാഷയിൽ സൂഖെ, ഗ്രീക്ക് പദത്തിൽ സൂഖെ എന്ന പദവും എബ്രായ പദത്തിൽ നെഫേഷ് എന്ന പദവും, രണ്ട് സോൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രാണൻ, ജീവൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പദമാണ് സ്പിരിറ്റ് എന്ന പദം. സ്പിരിറ്റ്, നമ്മൾ ആത്മാവെന്ന് മലയാളത്തിലേക്ക് സ്പിരിറ്റ് എന്ന പദം തർജ്ജമ ചെയ്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ ന്യൂമ എന്ന ഗ്രീക്ക് പദം, പഴയ നിയമത്തിൽ റൂഹ എന്ന എബ്രായ പദം, അതാണ് സ്പിരിറ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സ്പിരിറ്റ് അഥവാ ആത്മാവെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഈ റൂഹ അല്ലെങ്കിൽ ന്യൂമ എന്ന മൂലഭാഷയിലെ പദങ്ങളുടെ അർത്ഥം ശ്വാസം, കാറ്റ് എന്നൊക്കെയാണ്. ശ്വാസം, കാറ്റ് എന്നൊക്കെയാണ്. നമ്മൾ സഭാപ്രസംഗി 12:7 എന്താ വായിച്ചത്? പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. മലയാളത്തിൽ പറയുന്നു. ഇംഗ്ലീഷിൽ then shall the dust return to the earth as it was, and the spirit shall return to God who gave it. അവിടെ സ്പിരിറ്റ് എന്ന പദം, അതിൻ്റെ അർത്ഥം ശ്വാസം, കാറ്റ്. അതായത് നമുക്ക് ഉൽപ്പത്തി 2:7 വായിച്ചു, യഹോവയായ ദൈവം നിലത്തപ്പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമാ ഊതിയത്, ആത്മാവിനെ ഊതിയില്ല. ആ ഊതിയ ജീവശ്വാസമാണ് ദൈവത്തിങ്കിലേക്ക് പോകുന്നത്. ഇപ്പോൾ പിടികിട്ടിയെന്ന് ചിന്തിക്കട്ടെ, മനുഷ്യരിൽ ദൈവം ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതി ഊതിയില്ല. മനുഷ്യരിൽ ഊതിയ ദൈവത്തിൻ്റെ ജീവശ്വാസമാണ്. ദൈവം ഉണ്ടാക്കിയ മണ്ണുകൊണ്ടുള്ള ശരീരവും ജീവശ്വാസവും കൂടെ ചേർന്നപ്പോൾ മാൻ ബിക്കേം എ ലിവിങ് സോൾ, മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ പൊടിയായിട്ടും ദൈവം ഊതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ സോൾ അഥവാ ആത്മാവെന്ന പദം 1700 തവണയും സ്പിരിറ്റ് അഥവാ ആത്മാവെന്ന പദം 150 തവണയും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരൊറ്റ വാക്യത്തിൽ പോലും മരണമില്ലാത്ത ഒന്നാണ് ആത്മാവെന്ന് തിരുവചനത്തിൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മരണമില്ലാത്ത ഒന്നാണ് ആത്മാവെന്ന് തിരുവചനം പറയുന്നില്ല. മരണമില്ലാത്തത് ഒരാൾക്ക് മാത്രം. അതാർക്കാണ്? പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 1 അധ്യായം 17 വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? നിത്യരാജാവായി അക്ഷയനും അദൃശ്യനും ആയ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. വാക്യം എന്ന് പറയുന്നത് നിത്യരാജാവായി അക്ഷയൻ, ഇമ്മോർട്ടൽ, അക്ഷയനും അദൃശ്യനും ആയ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, നൗ അണ്ടു ദി കിങ് എറ്റേണൽ, ഇമ്മോർട്ടൽ, ഇൻവിസിബിൾ, ദി ഓൺലി വൈസ് ഗോഡ്, ബി ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ ആമേൻ. എന്ന് പറഞ്ഞാൽ അക്ഷയത ഉള്ളത്, ഇമ്മോർട്ടാലിറ്റി ഉള്ളത് ദൈവത്തിന് മാത്രം. എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ മരിക്കാത്തത്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയാം മനുഷ്യൻ മരിക്കുന്നില്ല, സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവവചനത്തിന് വിപരീതമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആത്മാവെന്താണ്? നമുക്ക് വായിക്കാം. ആത്മാവെന്താണ്? ഉൽപ്പത്തി 2:7 യഹോവയായ ദൈവം നിലത്തപ്പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് മാൻ ബിക്കെയിം എ ലിവിങ് സോൾ, മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറി. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ സഭയിലേക്ക് ഒരു പുതിയ ആൾ വരുമ്പോൾ എന്താ പറയുന്നത്? 2 പുതിയ ആത്മാക്കൾ വന്നു, അവരാണ് സോൾസ്. അതാണ് ആത്മാവ്. അതായത് ബോഡി പ്ലസ് ദി ബ്രെത്ത് ഓഫ് ലൈഫ് ഈസ് ഈക്വൽ ടു ലിവിങ് സോൾ. അതാണ് ജീവനുള്ള ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000 പേർ സഭയോട് ചേർന്നു, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 2:41 പറയുന്നു, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. ഇംഗ്ലീഷിൽ എന്താ വായിക്കുന്നത്?
Then they that gladly received his word were baptized, and the same day there were added unto them about 3,000 souls. നോക്കിയേ, സഭയോട് 3000 ആത്മാക്കൾ ചേർന്നെന്നാണ്. അപ്പോൾ 3000 ആളുകളെ ആത്മാക്കളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആത്മാവ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ശരീരവും ദൈവമൂതിയ ജീവശ്വാസവും കൂടെ ചേരുമ്പോൾ മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറും, നാം ആത്മാക്കളായിട്ട് മാറുന്നു. മരിക്കുമ്പോൾ ഈ ആത്മാക്കൾ മരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അല്ല, ദൈവം ആത്മാവെന്ന് പറയുന്നത് സംഗതി മനുഷ്യനിലേക്ക് ഊതിയില്ല. ആ ആത്മാവ് ചാടി സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ പോകുന്നുവെന്ന് മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നാം ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ്. അപ്പോൾ ഇവിടെ 3000 പേർ സഭയോട് ചേർന്നു എന്ന് പറയുമ്പോൾ 3000 ആത്മാക്കൾ സഭയോട് ചേർന്ന് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുന്നു. ആത്മാവ്, അർത്ഥം പിടി കിട്ടിയല്ലോ, ദി ബ്രെത്ത് ഓഫ് ലൈഫ്. ദൈവമൂതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് പോകുന്നു, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താ? അവിടെ നിന്ന് തന്നെ ശ്വാസം അയക്കുമ്പോൾ നാം പുതുതായി സൃഷ്ടിക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. അതുവരെ മനുഷ്യൻ ഒന്നും അറിയുന്നില്ല. അവൻ മരണമെന്ന ഉറക്കത്തിലും നിദ്രയിലുമാണ്. എല്ലാ സ്വർഗത്തിലും നരകത്തിലും ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ കഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വീണു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ദൈവം പറയും നമുക്ക് വിശ്വസിക്കാം, പിശാചിൻ്റെ ഉപദേശങ്ങളെ വിട്ടിട്ട് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ മുറുകെ പിടിക്കാം. അപ്പോൾ നമുക്ക് മരണത്തിൽ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. കാരണം മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവൻ കർത്താവാണ്. നാം മാനസാന്തരപ്പെടണം, നാം സ്നാനപ്പെടണം, ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. ഇതൊക്കെ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട്, സ്നാനം എന്ന് പറയുമ്പോൾ യേശു കാണിച്ച മാതൃക പ്രകാരമുള്ള സ്നാനമാണ്. ലോകത്തിൽ കാണുന്ന പലതരത്തിലുള്ള തെറ്റായ സ്നാനങ്ങളല്ല, വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനം. ദൈവകൽപ്പനകൾ പകുതി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരുടെ ഉപദേശമല്ല, 10 ഒരുപോലെ അനുസരിച്ച് ദൈവവചനത്തിനനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ചാൽ മരണത്തിലും പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടെ മരണത്തെ നേരിടുവാൻ, കർത്താവിൽ മരിക്കുവാൻ, കർത്താവ് തന്നെ ശ്വാസമയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരുവാൻ, വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമ്മൾ കാണപ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി അടിയങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ വചനം എത്ര കൃത്യതയുള്ളതാണ്. അടിയങ്ങളും അടിയങ്ങളുടെ മരണത്തിനായിട്ട് ഒരുങ്ങുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും ഒക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനം, നല്ല പ്രതിഷ്ഠ ഉണ്ടാകുവാൻ പ്രിയമക്കളെ സഹായിക്കണമേ. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും നെടുവീർപ്പിലും ആകുലതകളിലും മാനസിക സംഘർഷങ്ങളിലും മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വേദനകളിലും ഒക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നടിയനെ കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് എൻ്റെ കർത്താവ് പരിഹാരം വരുത്തണമേ. അവരുടെയൊക്കെ ജീവിതത്തിൽ നല്ല പ്രതിഷ്ഠയും നല്ല തീരുമാനവും ഉണ്ടാകുവാൻ സഹായിക്കണമേ. സകലമാനവും മഹത്വൻ്റെ കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.